പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ബീഫ് കറി ഉണ്ടാക്കിയാലോ. അതിനാവശ്യമായ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കണം. അത് ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ഉലുവ, ഇത് രണ്ടും കൂടെ നല്ലോണം പൊട്ടി വരണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. അതിൻ്റെ ഒരു പച്ച ചുവപ്പ് ആ ഒരു സ്മെല്ലും എല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് നല്ലോണം വഴറ്റണം. കുറച്ച് ഉപ്പിട്ട് നമുക്ക് വഴറ്റിയെടുക്കാതെ, അന്നേരം ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടും. ഉള്ളി ചെറുതായിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം അതുകൊണ്ട് ഈ ഒരു പരുവത്തിലായി. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനായ നമുക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും തക്കാളിപ്പഴവും പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർക്കാം. അതെല്ലാം നിങ്ങളുടെ ഒരു എന്താ പറയുക ബീഫിൻ്റെ ഒരു അളവിനെടുത്താൽ മതി കേട്ടോ, മസാലപ്പൊടിയെല്ലാം. ഇനി അതിനകത്തോട്ട് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം, നമുക്ക് ആ ബീഫ് വേവുന്നതിന് വേണ്ടുന്ന കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ആ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നല്ലോണം തിളയ്ക്കണം കേട്ടോ.
നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി കുറച്ചും കൂടെയൊക്കെ ഗ്രേവി വേണ്ടുന്നവർക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 7-8 വിസിൽ കേൾക്കുന്നത് വരെ നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം ഒരു കറിച്ചട്ടിയിലോട്ട് കറി മാറ്റി ഇനി അത് ഒന്ന് കുറുകി വരുന്ന നേരത്തിന് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.